പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ മഞ്ചേരി ടു ആലപ്പുഴൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഞങ്ങൾ സമയം ഇപ്പോൾ സമയം 4:45 അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് നേരത്തെ കൂടാതെ പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ കുന്നംകുളത്താണുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചത് ഇവിടെയാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത്. ഇവിടെയാണ് ടെൻ്റൊക്കെ അടിച്ചത്. ആ സൈക്കിൾ ഇവിടെ നിർത്തി. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നലെ സ്റ്റേ തന്നത് നമ്മളെ ജോസേട്ടനാണ്. കാരണം നമ്മളിവിടെ ഒരു സ്റ്റേ കിട്ടാതെ ഇവിടെ രാത്രി കുറേ നേരമൊക്കെ നിന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ മെമ്പറിനെ വിളിച്ച് മെമ്പറാണ് ഇതൊരു റെഡി ആയി തന്നെ. അപ്പോൾ നമ്മളെ ജോസേട്ടൻ നമുക്ക് സൈക്കിളൊക്കെ ഇവിടെ ഉള്ളിലേക്ക് വെക്കാന്നൊക്കെ പറഞ്ഞു. ഇത് മൂപ്പര സൈക്കിളാട്ടോ. അത് ജോസേട്ടൻ സൈക്കിളിലാണ് വരല്. അപ്പോൾ ജോസേട്ടാ അപ്പോൾ ഓക്കെ, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് ജോസേട്ടനോടും ഇവിടെ പറഞ്ഞ് പോവാണ്. ഇനി നേരെ എറണാകുളം പിടിക്കണം. അപ്പോൾ ഇതാ ഈ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. ഇതിലാണ് വഴി. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ സമയം 4:45 അപ്പോൾ നേരെ ചവിട്ടാല പരിപാടിയാണ് രാവിലെ തന്നെ. കാരണം നമുക്ക് മാക്സിമം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് എത്താൻ കഴിയുമോ നോക്കട്ടെ ഏതായാലും. അപ്പോൾ അതാ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. വെള്ളമൊക്കെ ഫുള്ള് തീർന്നാണ്. ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ നമ്മൾ ഉറങ്ങിയ സ്ഥലം. ജോസേട്ടൻ അടിപൊളി നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് മൂപ്പര് നമ്പറൊക്കെ തന്നിട്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരുപാട് നല്ല നല്ല ആളുകൾ, അവരുടെ സ്നേഹമൊക്കെ അറിഞ്ഞിങ്ങനെ ഒരുപാട് പുതിയ പുതിയ ബന്ധങ്ങൾ, അതൊക്കെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയുള്ള അങ്ങനെ ഒരു യാത്രയാണ് നമ്മളെ യാത്ര. അപ്പോൾ നേരം വെളുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ എത്തിയില്ല, തൃശ്ശൂർക്കുള്ള വഴിയിലാണ്. അപ്പോൾ എന്തായാലും ഒരു 10 കിലോമീറ്ററോളം ഉണ്ടാവും തൃശ്ശൂർക്ക്. കാപ്പി എന്താ അവസ്ഥ ഇന്നത്തെ റൈഡ്? ഇപ്പോഴത്തെ റൈഡ് പറഞ്ഞാൽ മോർണിംഗ് റൈഡാണ്. ഒരു വ്യായാമത്തിൻ്റെ ഇന്നലെ ടൗൺ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇന്നലെ എന്താ നല്ല വെയിലായി അല്ലേ കാപ്പ്യ? കുറച്ച് നല്ല വെയിൽ. പക്ഷെ ഇന്നും വെയിൽ തന്നെയാണ്. അവസ്ഥ. അപ്പോൾ ഇന്നും വെയിൽ തന്നെയാണ്. നല്ല വെയിലായി വരുന്നുണ്ട്. എന്തായാലും ചവിട്ടനെ നമുക്ക്. അപ്പോൾ തൃശ്ശൂരെത്തിയിട്ട് ആനനെ കണ്ടില്ല എന്ന് പറയരുത് ആരും. അപ്പോൾ ആനനെ കൊണ്ട് രാവിലെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രാവിലക്കത്ത് നല്ല കാഴ്ചകളാണ് ബാക്കിൽ. അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല. ഇന്നലെ രാത്രി നമ്മൾ ബ്രെഡ് കഴിച്ചത്. രാവിലെ തന്നെ ആ ബാക്കിലൊരു ബ്രെഡ് കഴിച്ചിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ നല്ല വെജ് ഫുഡ് എവിടെയും കിട്ടുകയാണെങ്കിൽ സൈഡാക്കണം, അത് കഴിക്കുക, ചായ കുടിക്കണം. പിന്നെ പൊതുവെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് ഇവിടെ ഒന്നുകൂടി സ്ട്രോങ് തോന്നുന്നുണ്ട്. അപ്പോൾ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയില്ല. അപ്പോൾ അതെല്ലാം എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ നമ്മൾ. എന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതുണ്ടല്ലേ തൃശ്ശൂരത്തെ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡാണിത്. പൊതുവെ ആരുമില്ല, തിരക്ക് തീരല്ല. അതായത് ഒന്നാമത് ലോക്ക്ഡൗൺ ആണ്, ആളുകളൊക്കെ പൊതുവെ കുറവാണ്. റോഡിൽ തന്നെ കണ്ടില്ലേ വണ്ടികളൊക്കെ വളരെ കുറവാണ്. പിന്നെ സമയം ആവണുള്ളൂ, ഇപ്പോൾ ഒരു 7 മണിക്ക് ആവണുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് ചവിട്ടി പോവാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചായ കുടിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഹോട്ടലുണ്ടെന്നാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞത്. ഭാരത് ഹോട്ടലല്ലേ റാപ്പി പറഞ്ഞേ? വെജിറ്റബിളിൻ്റെ അല്ലേ? അതായത് ഫുള്ള് വെജിറ്റേറിയൻ ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് ചായ കുടിക്കുക. അത്യാവശ്യം ഫേമസാണ് തോന്നുന്നുണ്ട് ഹോട്ടൽ, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരാണ് എത്തിയുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് തൃശ്ശൂർ നടക്കുന്ന അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഭാഗം കുറച്ച് അപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാം. അതേപോലെ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു ക്ഷേത്രം. ഇത് പാറയമേക്കാവ് ക്ഷേത്രമാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ആ മെയിൻ ഏരിയ ആണ് ഇത്. അപ്പോൾ നമ്മൾ പെട്രോൾ വില വർധനക്കെതിരെയുള്ള ബോർഡ് കണ്ടപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഏട്ടന് ഇതിനെക്കുറിച്ചൊന്ന് പറയണ്ട. അപ്പോൾ അതൊന്ന് കേൾക്കാം നമുക്ക്.
ഇവിടെ ഇപ്പോൾ ഇതൊരു സംഭവം തന്നെ. പെട്രോൾ മാത്രമല്ല എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ വണ്ടിയിൽ 100 കിലോ പഴം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 250, 300. പിന്നെ അവർ പറയുന്നത് 90 ഒരു കിലോ പഴത്തെന്ന് പറഞ്ഞാൽ 90 നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ വില മേടിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും കറക്റ്റ് 55 രൂപ. അപ്പോൾ ജനങ്ങളിവിടെ നല്ലാവാത്ത കാരണം വരെ അത് എന്തിനു വില കൂടിയാലും കാര്യമൊന്നുമില്ല. പിന്നെ ദൈവം തന്നെ വിചാരിക്കണം മനുഷ്യനെ രക്ഷിക്കാൻ. അതുകൊണ്ട് വേറെ കാര്യമില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പെട്രോൾ വില വർധനയ്ക്കെതിരെയുള്ള നിങ്ങൾക്ക് വേണ്ടി ഒരു ടിക്കറ്റ് എടുക്കണം, പാവങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. അത് എനിക്ക് ജീവിക്കാനല്ല, നമ്മൾ ശ്രമിക്കാൻ പോകണോ. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത് ഇനി ഹോട്ടലിലേക്കാണ് പോകാനുള്ളത്. എന്താ എൻ്റെ പേര് പറഞ്ഞാൽ ഭാരത് ഹോട്ടലല്ലേ, അങ്ങോട്ടാണ് പോവാണ്. അപ്പോൾ അങ്ങോട്ട് പോകണ വഴി വടക്കുന്നാശാലത്തിൻ്റെ ഒരു കവാടം കിട്ടും, അത് എടുക്കാം നമുക്ക്. അപ്പോൾ അതാ ഈ ഏരിയ ഉണ്ട് തൃശ്ശൂർ പൂരം നടക്കണം. ഞാൻ വാർത്തകളിൽ ചാനലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഒരു സ്ഥലം. ഇവിടെയൊക്കെ ആനകളൊക്കെ നിരന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥലമാണിത്, വടക്കുന്നാഥ ക്ഷേത്രം. റാഫി, നമ്മൾ TV-ലും ന്യൂസിലും മാത്രം കണ്ട സ്ഥലമാണല്ലേ ഇത്. അപ്പോൾ ഇത് ഡയറക്റ്റ് കാണാൻ വേണ്ടി പോവാണ്. ഈ സ്ഥലം കണ്ടില്ലേ, നമ്മൾ TV-ലേക്ക് കാണുന്ന ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ആനകൾ നിരന്നിങ്ങനെ നിൽക്കണ കാണലുണ്ടല്ലോ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ. അത് ഇതാ ഈ സ്ഥലത്താട്ടോ ഉണ്ടാവാറ്. അപ്പോൾ ഈ ഒരു കവാടം കണ്ടില്ലേ നിങ്ങൾ മുകളിൽ, ഇതേപോലത്തെ 4 ഉണ്ട് മൊത്തം. നമ്മൾ പൂരിന് വഴിക്കൊന്ന് കണ്ടല്ലോ ആ പാറയമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ. അപ്പോൾ ഇതേപോലത്തെ 4 ഉണ്ട് മൊത്തം. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അറിയുണ്ടാവും. മഞ്ചേരിയിൽ നിന്ന് ആലപ്പുഴ വരെ സൈക്ലിംഗ് യജ്ഞമായിട്ട് പെട്രോൾ വില വർധനയ്ക്കെതിരെ പ്രതിഷേധവുമായിട്ടാണ് ഇവരുടെ യാത്ര. ഇപ്പോൾ നമ്മളിവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ 2 പേരെ പരിചയപ്പെട്ടിട്ടു. അപ്പോൾ ഇവരെ ചാനലിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, പേരൊക്കെ ഒന്ന് ചോദിച്ചിട്ട്. എൻ്റെ പേര് മധു, എൻ്റെ പേര് തമ്പി. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ നിന്നപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് റൈഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച്, അതേപോലെ തന്നെ ഇവരെ ചാനലിൽ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ TV-യിൽ മാത്രമേ ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നേരിട്ട് കണ്ടത് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്നും നേരെ പോവാം. അപ്പോൾ നമ്മളിതാ ഭാരത് ഹോട്ടലിൻ്റെ മുന്നിലെത്തിട്ടോ. സാധനം വാങ്ങി. റാഫി എന്താ നമ്മൾ വാങ്ങി? പുട്ടും കടലയും പുട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ അതാണ്. അപ്പോൾ നമ്മൾ ഏതായാലും വെജ് ഹോട്ടലാണ്. അപ്പോൾ പുട്ടും കടലയും വാങ്ങി. ഇനി അത് കഴിക്കണം. ഇന്നലെ രാത്രി നമ്മൾ ബ്രെഡ് മാത്രം തിന്ന്, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ കഴിഞ്ഞിപ്പോൾ ഇത് എവിടെയെങ്കിലും പാർസലേ കിട്ടുള്ളൂ ഇവിടെ, ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇത് പെട്ടെന്ന് കഴിക്കാം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാ ഭാരത് ഹോട്ടലിലെ പുട്ടും കടലയും രാവിലെ തന്നെ. കാഫി ഒന്ന് കഴിച്ചിട്ട് പറയും ടേസ്റ്റ് എങ്ങനെ ഉണ്ട് പറയും. സത്യം പറഞ്ഞാൽ മതി, രസം ഉണ്ടെങ്കിൽ രസമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ ഭാരത് ഹോട്ടൽ ഇല്ല അല്ലേ, നമ്മൾ ഭാരത് ഹോട്ടൽ വൻ സംഭവം പറഞ്ഞ പോന്നാണ് കേട്ട്. എന്താ അവസ്ഥ? കുഴപ്പമില്ല, ഓരോ ടേസ്റ്റ്. അതെ അതെ. അപ്പോൾ എന്തായാലും തൃശ്ശൂരത്തെ ടേസ്റ്റ്. അപ്പോൾ ഇത് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു, ഭാരത് ഹോട്ടലിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പോകുന്നതാണ്. അപ്പം ഇനി ഇതൊന്ന് ശരിയാക്കിയിട്ട് നമുക്ക് റൈഡ് ചെയ്യാം. ഇന്നലെ രാത്രി ബ്രെഡാണ് തിന്നത്, ഞങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ആകെ 2-3 ബ്രെഡ് കഴിച്ചിട്ടുള്ളൂ. അപ്പം ഇനി പെട്ടെന്ന് ഇത് കഴിക്കുക, റൈഡ് പോവാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ പാലിയേക്കര ടോൾ പാസിൻ്റെ അവിടെ എത്തിയിട്ടോ. നമ്മളിതാ ആ ടോൾ കടക്കാൻ പോവാണ്. സൈക്കിളാവുന്ന പ്രശ്നമൊന്നുമില്ല, നമുക്ക് പൈസ അടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എന്താ ഇനിയിപ്പോൾ ഹൈവേ വഴി ഇങ്ങനെ പോവാം, എറണാകുളം പിടിക്കാം. കാലാവസ്ഥ ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയാണ്, വെയിൽ തന്നെയാണ്, നല്ല വെയിലാണ്. അപ്പോൾ നോക്കാം, നമ്മൾ മാക്സിമം ചവിട്ടാൻ പറ്റുന്നിടത്തോളം ചവിട്ടുക. വെയിൽ നല്ല കൂടുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ റാഫി മുന്നിലുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം.
എനിക്ക് ലൈറ്റ് മതി. എൻ്റെ ഫോട്ടോ എടുക്കാനാണോ? അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഹൈവേ തന്നെയാണ്, ഒന്ന് ചായ അടിച്ച് പോകാതെ. നേരത്തെ നമ്മൾ കടി മാത്രമല്ല കഴിച്ച്, അതിൻ്റെ കൂടെ ചായ അല്ലായിരുന്നു. അപ്പോൾ ഇനി ചായ അടിച്ചൊന്നും ചൂടുള്ള ഉള്ളിവടയും ചൂടുള്ള വടയും ഇരിക്ക്. അതെ അതെ. ഏട്ടൻ്റെ പേര്? എൻ്റെ പേര് പരമേശ്വരൻ. പരമേശ്വരൻ. പരമേശ്വരൻ ഏട്ടൻ്റെ ചായ കുടിച്ചിട്ട് പോവാം നമുക്ക്. പിന്നെ ചെറിയ മഴ ഇങ്ങനെ തുള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്, മഴ പെയ്യുന്നില്ല ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ശംഖ് പുഷ്പം ചൂടി നിൽക്കും രാത്രി സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിറങ്ങി കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ വെണ്ണിലൊരമ്പുമായി വന്നിറങ്ങി ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രി പോയി. അപ്പൊ പരമേശ്വരേട്ടന്റെ ചായ കുടിക്കുക. നമ്മളെ പരമേശ്വരേട്ടൻ ഭയങ്കര സിംഗറാട്ടോ. നിങ്ങൾ രണ്ടുപേരും ഉളയനാർമണിയമ്മ പൂമുള്ള കാവിലമ്മ കലമാന്തി മിഴിയുള്ള കളിത്തത്തമ്മ ആഴിമാരൊത്തുകൂടി ആമ്പൽ പൂങ്കടവിലെങ്കിൽ മതി. 10 രൂപയ്ക്കുള്ള ചായ ഒഴിവ് കുടിച്ചോളൂ. 10 രൂപയ്ക്കുള്ള ചായ 100 രൂപന്റെ പാട്ടം കേൾക്കണ അപ്പുറാണ്. അപ്പൊ അതാണ് നമ്മളെ യാത്ര. പോണ വഴിയിലുള്ള ആളുകളെ, നല്ല നല്ല ആളുകള്, ഇവരുടെ സംസ്കാരങ്ങള്, ഇവരുടെ ഫുഡുകള്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള യാത്ര. അല്ലാതെ നമുക്ക് പെട്ടെന്ന് പോകണമെന്നൊന്നുമില്ല. അപ്പൊ ഇതാണ് യാത്ര. റാഫി എന്ത് പറയണേ? ചേട്ടനൊക്കെ പരിചയപ്പെട്ടു. അതെ അതെ അതെ, ഹാപ്പിയാണ്. ഓക്കെ പോട്ടെ. റാഫി പോലെ അവിടുന്നു അപ്പൊ നമ്മള് പരമേശ്വരേട്ടന്റെ ചായയും കുടിച്ച് ഇനി മഴ കൊണ്ടിങ്ങനെ പോവാം. മഴ ഇങ്ങനെ തുള്ളിയിട്ടുണ്ട്, പെയ്യൊന്ന് കരുതാം. കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പോവല്ലേ? അടിപൊളി ഏട്ടല്ലേ, ഷെറാണ് മൂപ്പര്, നല്ല പാട്ടുകാരനാണ്. അപ്പോൾ നമ്മൾ മഴ ചായ കുടിച്ച് ഇറങ്ങിയപ്പോൾ നല്ല മഴ ചെയ്തുട്ടോ, കണ്ടില്ലേ? നല്ല മഴയാണ്. അപ്പോൾ മഴ കോട്ട് കയ്യിലുണ്ട്, ഇത് ഇട്ടിട്ടാണ് പോകാലോ കയറ്റി. നല്ല മഴയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കോട്ട് ഇട്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതാണ് നല്ലത്, കാരണം നല്ല മഴ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെയ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി പള്ളിയിലേക്ക് കയറണമെങ്കിലൊക്കെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ മഴ കുറച്ചു നേരം പെയ്തു, പിന്നെ മഴ നിന്നു. അപ്പോൾ ആ കോട്ടൊക്കെ അയച്ചിട്ടു, കാരണം എന്നിട്ട് ഭയങ്കര ചൂട്. മഴ പോയിട്ട് അപ്പോൾ ഇനി കോട്ടൊക്കെ അയച്ച് ഇങ്ങനെ പോകാതാലും. ഓക്കെ, എറണാകുളത്തേക്ക് ഏകദേശം 40 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇവിടുന്ന്. സമയം ഒരു 10:45 ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെന്താ, വെയിലില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നലത്തെ പോലെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഏതായാലും ചവിട്ടിയാൽ നോക്കാം നമുക്ക്. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് വഴി ഇങ്ങനെ ചവിട്ടാട്ടോ. നമ്മളെ ചാലക്കുടിയിൽ നിന്ന് നമ്മളൊരു ഏട്ടൻ സൗത്ത് നേരെ പോവാ. ഓക്കെ ഓക്കെ, അതാണ് മൂപ്പര് ഗിയറില്ലാത്ത. അതെ അതെ, പഴയ ആളുകള് പത്രമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉപയോഗിച്ചത് ആ വണ്ടിയാണ്. ഏട്ടൻ നല്ല ചവിട്ടാട്ടോ, ഗിയറില്ലാത്ത സൈക്കിൾ. ആ പഴയ വണ്ടിയില്ല, നമ്മളൊരു വണ്ടി അറിയില്ല, ആ വണ്ടിയാണത്. മൂപ്പര് നമ്മളെ മുന്നിലാണ് പോണേ, അത്രയും പവറിൽ ചവിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരുപാട് ആളുകളുണ്ടോ സൈക്ലിങ് ഉപയോഗിക്കണവര്. കാരണം നമ്മുടെ ജില്ലേൻ്റെ പോലെയല്ലല്ലോ, സ്ട്രെയിറ്റ് റോഡാ. സൈക്കിൾ സീനില്ല, ചവിട്ടാൻ എല്ലാവർക്കും ചവിട്ടാൻ പറ്റും. നമ്മൾ യാത്രേൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ ആണല്ലോ, ആരോഗ്യ സംരക്ഷണത്തിന് സൈക്കിൾ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം സൈക്കിൾ എടുക്കുക, ചവിട്ടുക. ഓക്കെ, അപ്പോൾ ഈ പുഴ ഉണ്ടല്ലേ, നമ്മളെ ചാലക്കുടി പുഴയാണ് ഇത്. ചാലക്കുടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ കലാഭവമണീൻ്റെ വീടാണ്. കലാഭവമണിയാണ് എല്ലാവർക്കും ഓർമ്മ വരിക. അപ്പോൾ നമ്മളെ മണിച്ചേട്ടൻ്റെ വീട് ഇവിടെയാണ് ഉള്ളത്. നമുക്ക് ഇത് ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ. ഹായ്, ഹലോ.
അപ്പോൾ മൂപ്പരാണ് നമുക്ക് പറഞ്ഞത് ഇവിടെയാണ് മണിച്ചേട്ടൻ്റെ വീട് ഉള്ളത്. അപ്പോൾ കുറച്ച് പോയാൽ മതി ഉള്ളിലേക്ക്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വഴിക്ക് വന്നാലേ അപ്പം ഇനി മണിച്ചേട്ടൻ്റെ ആ വീടും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം അല്ലേ? നിങ്ങൾക്കും കാണാമല്ലോ, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ആ വഴിക്കൊന്ന് പോയി നോക്കാൻ മതി. അപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോണതിന് മുന്നായിട്ട് ഒരു റൈഡറെ കണ്ടിട്ടോ. വേറെ ലെവൽ റൈഡറാണ്. രമേശ് എന്നാണ് പേര്, രമേശ് ചേട്ടൻ. അപ്പോൾ മൂപ്പരെ വീട് എവിടെ അറിയാം ഞങ്ങൾക്ക്? കോയമ്പത്തൂരാണ് വീട്. മൂപ്പര് വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. വർക്ക് ചെയ്യണത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ മൂപ്പര് കോയമ്പത്തൂർ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇതാ സൈക്കിളിമേ പോണ്. നമ്മൾ നാട്ടിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, ചെറിയ കുട്ടികൾ സ്കൂൾക്കും മദ്രസ്ക്കൊക്കെ. അതേപോലെ മൂപ്പര് കോയമ്പത്തൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക്. അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഹായ്. ഹൗ മെനി കിലോമീറ്റർ? 160 kilometers. 160 kilometers. Oh. Gone about 143 now. 143 another 17 kilometers. Oh. Okay. Take a picture of you. മൂപ്പര് വേറെ ലെവലാട്ടോ ആള്. എന്തായാലും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ കലാമണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ വഴിയൊക്കെ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ വഴി പോകാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോവാം. അങ്ങനെ നമ്മൾ റൈഡ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ചാലക്കുടി മണിച്ചേട്ടൻ്റെ ആ ഒരു സ്മാരകത്തിൻ്റെ മുന്നിൽ നമ്മളുള്ള ഇത് അച്ഛൻ്റെ സ്മാരകമാണ്. അപ്പോൾ ഇവിടെ മണിച്ചേട്ടൻ്റെ പ്രതിമ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ അതാ അദ്ദേഹം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മണിച്ചേട്ടന് എത്ര വയസ്സ് വരെ? ഒരു 10 വയസ്സ് മുതൽ. 10 വയസ്സ് മുതൽ അല്ലേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു മണിച്ചേട്ടന്. അപ്പോൾ നിങ്ങളെ പേരൊന്ന് പറഞ്ഞു കൊടുക്കാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ പേര് അലാവുദ്ദീൻ. ഓക്കെ. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് മൂപ്പര് പറഞ്ഞു തന്നു കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും സ്മരണാർത്ഥം മണിച്ചേട്ടൻ നിർമ്മിച്ച ഒരു സ്മാരകം അല്ലേ? സ്മാരകമാണിത്. ഇവിടെ മണിച്ചേട്ടൻ്റെ ഒരു പ്രതിമ ഉണ്ട് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച ഒരു ഓട്ടോറിക്ഷ, അത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓട്ടോ എല്ലാവർക്കും അറിയുന്നൊരു, കണ്ടാൽ തന്നെ അറിയാം. അദ്ദേഹം ഉപയോഗിച്ചൊരു ഓട്ടോറിക്ഷയാണിത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഒരു ഫോട്ടോ പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ഇനി നമുക്ക് അതും കൂടി കണ്ടിട്ട് ഇവിടുന്ന് നേരെ എറണാകുളം പോകണം. ഏകദേശം ഇപ്പോൾ ടൈം ആയി തുടങ്ങി. ഓക്കെ. അദ്ദേഹം നമുക്ക് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടുകൾ പറഞ്ഞു തന്നു. ഇതും മണിച്ചേട്ടൻ്റെ ഒരു വീടാണ് ഈ വീട്. അങ്ങനെ ഒരുപാട് വീടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം താമസിക്കുന്ന വീടാണ് ആ വീട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് കലാഭവൻ മണിച്ചേട്ടൻ താമസിച്ചിരുന്ന വീട്. ഈ കാണുന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെയാണ് മണിച്ചേട്ടനെ അടക്കം ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. അദ്ദേഹം ആദ്യമായി വാങ്ങിച്ച ബുള്ളറ്റാണ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. ഇതാണ് വീട്. ഓക്കെ. അപ്പോൾ അദ്ദേഹം നമുക്ക് ഫുൾ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ അവിടുത്തെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ മണിച്ചേട്ടൻ്റെ വീടിനെ കുറിച്ചുള്ള ഫുൾ കാര്യങ്ങളും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ചാലക്കുടി വഴി വന്നപ്പോൾ കാണാൻ പോയതാണ്. കാരണം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടു, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനി നേരെ എറണാകുളം പിടിക്കണം. കാരണം നല്ല വെയിൽ വന്നു, ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളത് ആളുകൾ പിന്നെ സ്നേഹിച്ച് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പോണ വഴിക്കുക 2 ഏട്ടന്മാർ നമുക്ക് ഫുഡ് വാങ്ങി തന്നു. ഒരു ഞങ്ങളെ കുറച്ച് നേരത്തെ കണ്ടുമുട്ടിനി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് പിന്നീട് വരുന്നുണ്ട്, ഫുഡൊക്കെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഏട്ടാ നിങ്ങളെ പേരെന്ന് പറയാം? നമസ്കാരം ഉണ്ട്, എൻ്റെ പേര് ധനേഷ്, എൻ്റെ വീട് മാളയിലാണ്. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ഘോഷ് ബാബുണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഫുഡ് ഇങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ സ്നേഹമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ. കണ്ടില്ലേ, ഇതാണ് ആളുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മളെ യാത്ര. ഇങ്ങനത്തെ ഓരോ നല്ല നല്ല മനുഷ്യരെ കാണുക. ധനേശേട്ടൻ എന്നാണ് മൂപ്പരെ പേര്, ധനേശേട്ടൻ ഘോഷേട്ടൻ. അപ്പോൾ എന്താ പറയുക, ഫുഡ് തന്നു, നമ്മൾ പോണ വഴിക്ക് ഭക്ഷണം തന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ യാത്ര എന്ന് പറയാം. ഇനിയിപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഒരുപാട് ആളുകളെ സ്നേഹം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോണ വഴികളിൽ ഫുള്ള്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ആക്കം പോലെ പോവാം, റെസ്റ്റൊക്കെ ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ധനേശേട്ടനൊക്കെ തന്ന ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ പോകണം എറണാകുളത്തേക്ക്. അപ്പോൾ നമ്മളിതാ അങ്കമാലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാട്ടോ. റോഡ് ഉണ്ടല്ലേ, ഞങ്ങൾ വണ്ടികളും ആളുകളും വളരെ കുറവാണ്. ഒന്നാമത് ഞായറാഴ്ചയാണ്, പിന്നെ ലോക്ക്ഡൗൺ ആണല്ലോ. അപ്പോൾ ആളുകൾ ഏതായാലും വളരെ കുറവ് തന്നെയാണ്. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ടൗണിലേക്ക് എത്താം. നമുക്ക് സ്റ്റാൻഡൊന്നും റെഡി ആയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അതായത് നമുക്ക് ഫുഡ് തന്നില്ല. ധനേശേട്ടൻ പറഞ്ഞ് മൂപ്പര് കുറച്ച് നേരത്തെ നിങ്ങൾക്ക് വിളിച്ചിരുന്നു. അതായത് നിങ്ങൾക്ക് ആലപ്പുഴയിലെ ഒരു ആളെ നമ്പർ തന്നിട്ടുണ്ട് മൂപ്പര് എനിക്ക്.
അപ്പോൾ എന്താവശ്യത്തിനും ആവശ്യമുണ്ടെങ്കിലും മൂപ്പരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഫുഡ്, റൂം അതൊക്കെ മൂപ്പര് അറേഞ്ച് ചെയ്ത് തരും. മൂപ്പര് എന്തായാലും വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏട്ടൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി നമ്മൾ ആലപ്പുഴ എത്താനാകുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിളിക്കാതാകും. ഓക്കെ. ഇപ്പോൾ നമ്മളെ ദേശം പറഞ്ഞ സ്ഥലത്ത് കൂടെ അങ്ങനെ പോകാട്ടോ. ദേശം. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ആക്ടർ ദിലീപിൻ്റെ വീടുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഏതായാലും ഇതുവഴി വന്നതാണ്. അപ്പോൾ നമ്മളെ ആക്ടർ ദിലീപിൻ്റെയും കാവ്യൻ്റെയും വീടാണ്. വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. നമ്മളെന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണമെന്നില്ല ഈ കോവിഡ് കാലത്ത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോകട്ടോ. എന്തായാലും ഇവിടുന്ന് കാണില്ല. വീട് കണ്ടില്ലേ, ഉള്ളിലേക്ക് കുറച്ചുകൂടെ കയറണം. അപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്ത് വെറുതെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാതെ നല്ലത്. ഓക്കെ. അപ്പോൾ എസ് ടി വഴിക്ക് വന്നപ്പോൾ ഞാൻ അതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടും കൂടി കാണിച്ചില്ലാന്ന് കരുതിയിട്ട് ഇങ്ങനെ പോന്നാ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ദിലീപിൻ്റെ വീട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നത് ഇത് എവിടെ സ്ഥലം അറിയാം? ഇത് അങ്കമാലി മെട്രോ ആണ് കേട്ടോ. ഇത് മെട്രോ റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ എത്തി അറിയാമെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മളിതാ സൈക്കിളിൽ ഈ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടോ. ആദ്യമായിട്ട് കൊച്ചി എയർപോർട്ടിലേക്ക് നമ്മൾ സൈക്കിളിലെത്തി. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. എയർപോർട്ടിൽ കുറച്ച് പോകാണ്ട്, 5 കിലോമീറ്റർ ഇവിടുന്ന് പോകാണ്ട്. അതിൻ്റെ റോഡാണിത്. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഇവിടുന്ന്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേ എവിടെ റെഡി ആണെന്ന് വെച്ചാൽ കടവന്ത്രയാണ്. അപ്പോൾ നേരെ കടവന്ത്രയാണ് അടുത്ത് പോണേ. അതുപോലെ തന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മളെ കൂടെ അല്ലേ 2 പേര് ഇന്നലെ ജോയിൻ ചെയ്തവർ. അപ്പോൾ അവർ മുന്നിൽ പോയിട്ടോ. അവരെന്താ വെച്ചാൽ നമ്മൾ പിന്നെ പതുക്കല്ലോ പോളും. ഇതേപോലെ ഓരോരുത്തരെയൊക്കെ കണ്ടിങ്ങനെ ആക്കം പോലെ പോളും. അപ്പോൾ ഓലൊരു വൈബ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡിൽ പോവാം, അങ്ങനെ ഒരു വൈബാണ്. അപ്പോൾ പിന്നെ ഓലോട് ഞാൻ പോകാൻ പറഞ്ഞു. ഓല് മുന്നിൽ പോയി. ഓല് വേറെ കാക്കനാട് അവിടെ സ്റ്റേ ഒക്കെ റെഡി ആക്കണ്. നമ്മളെ സ്റ്റേ കടവന്ത്രയാണ്. നമ്മളെ ഒരു ഫ്രണ്ട്, അതായത് നമ്മളെ പാർട്ണറല്ലേ സഫ്വാന്, ഓൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റൂമിലാണ്. പൊതുവെ ഇവിടെ പള്ളികളൊന്നും ഓപ്പൺ അല്ല കേട്ടോ. നമ്മൾ ഉച്ചക്ക് നിസ്കരിച്ചത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയില്ലേ, അവിടെ നമ്മളെ ദിനേശ് ചേട്ടനൊക്കെ ഫുഡ് വാങ്ങി തന്നതല്ല നമുക്ക്. ആ ഫുഡ് കഴിച്ച സ്ഥലത്തു നിന്നാണ് നമ്മൾ ഉച്ചക്ക് നിസ്കരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എടപ്പള്ളി ലുലുമാളിൻ്റെ അവിടേക്ക് എത്താനായിക്കണേ. അപ്പോൾ കാലാവസ്ഥ പിന്നെ മാതിരിയില്ല, വെയിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ട്രാഫിക് മുന്നിലുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മെട്രോൻ്റെ താഴത്തു കൂടെ ആയിട്ട് പോകണേ. മുകളിൽ കൂടെ മെട്രോ ട്രെയിൻ ഓടുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ മെട്രോൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ. പൊതുവെ നേരത്തെ പറഞ്ഞല്ലോ വളരെ കുറവാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചവിട്ടി പോവാം, ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ ലുലു മാളിന് മുന്നിലെത്തിയിട്ടോ. അപ്പോൾ ബാക്കിൽ കാണണ്ടല്ലേ ലുലു മാളാണ്. ഇനിയിപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ലുലു മാളിൽ കയറിയില്ലെന്ന് പറയണ്ട, അവിടെ കൂടി കയറാം. പിന്നെ അത് സൈക്കിളിൽ മഞ്ചേരിയിൽ നിന്ന് ലുലു മാൾക്ക് നമ്മൾ ചവിട്ടി വന്നു. അപ്പം ഇനി അവിടെ കൂടി കയറിയിട്ട് പോവാല്ലേ ഭാബി? അപ്പോൾ ലുലു മാൾക്ക് സൈക്കിളിൽ ചവിട്ടി വരിക. എങ്ങനെയുണ്ട് അനുഭവം? ഫസ്റ്റ് ആണല്ലേ? അത് നമ്മൾ മഞ്ചേരിയിൽ നിന്ന്. അപ്പോൾ എന്താ ലുലു മാളിൻ്റെ മുന്നിലെത്തി. അകത്തേക്ക് കയറുന്നില്ല, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സൈക്കിളൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇനി കടവന്ത്രക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ. ഓക്കെ 4 കിലോമീറ്ററാണ് ഇവിടുന്ന് പോകാല്ലേ കലൂർക്ക്. അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, കാരണം നമുക്ക് ടൈമില്ല. കടവന്ത്ര എത്തണ്ടേ പെട്ടെന്ന്. ജസ്റ്റ് ഇതിലങ്ങനെ പോവാണ് നമ്മൾ.
ഇതിനെ മൊത്തം ഇങ്ങനെ ചുറ്റി കറങ്ങി വന്നു. അകത്ത് കയറാനുള്ള ടൈമില്ല. അപ്പോൾ നമുക്ക് പോവാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കയറിയാണ്. ഇനി നമ്മൾ പോണത് കലൂർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭാഗത്തൊക്കെ ചെറിയ ഐഡിയ ഉണ്ട് എനിക്ക്. കാരണം ഞാനൊരു 6 മാസത്തോളം ഇവിടെ പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് കോഴ്സ് 1 വർഷത്തിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് കലൂരായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ലുലു മാളിലൊക്കെ ഇടയ്ക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇനിയിപ്പോൾ കലൂർക്ക് പോവാം. 3-4 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ എത്തിയിട്ട് കടവന്ത്രയാണ് നമ്മളെ ഇന്നത്തെ സ്റ്റേ. അപ്പോൾ അങ്ങനെ നമ്മളിതാ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ആ റോഡിലേക്ക് കടന്നു. ബാക്കിൽ കാണുന്നതാണ് കലൂർ സ്റ്റേഡിയം. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് പ്രാവശ്യം വന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ സൈക്കിളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന് മുന്നേ പറഞ്ഞില്ല, അവിടെ പഠിച്ചിരുന്നു, ആ ടൈമിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ കാണാൻ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ബോർഡൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവരൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പേരുണ്ട് ഷൂട്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ വീഡിയോ മതിയാവില്ല. അപ്പോൾ ഏതായാലും നമ്മൾ റൂമിലേക്ക് പോവാണല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. കാരണം ഇപ്പോൾ ഇവിടെ ഷോപ്പുണ്ട്. ഇവിടെ നിന്ന് എന്താ കഴിക്കാതെ നോക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. ചിക്കൻ ബീഫുണ്ട്. നമ്മൾ കഴിക്കണ ഫുഡ് എന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ട് കഴിക്കണുള്ളൂ. പിന്നെ നൂൽപുട്ടാണ് പറഞ്ഞത്, നൂൽപുട്ടും കടലക്കറി. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ അവിടുന്ന്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സഫുവിൻ്റെ ഫ്രണ്ട്, നമ്മളെ പാർട്ട്ണറെ. അപ്പോൾ ഓല് ഫ്രണ്ടിലുണ്ട്. നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ റൂമിലേക്കാണ് പോണത്. ഇവിടെ പോലെ അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഉണ്ടല്ലോ, ഇന്ന് ഇവിടെ കേട്ടോ സ്റ്റേ. അപ്പോൾ നമ്മളെ സഫുവിൻ്റെ ഫ്രണ്ട്സാണ് ഇവർ. അപ്പോൾ മുകളിലാണ് റൂമുള്ളത്. അപ്പോൾ ഇവിടെ ഓനുണ്ടെന്ന് ജസ്റ്റ് പരിചയപ്പെടാം നമുക്ക്. എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ എന്നാണ്. മുഹമ്മദ് ഇക്ബാൽ നമ്മളെ സഫുവിൻ്റെ ഒക്കെ ഫ്രണ്ടാണ്. അപ്പോൾ മുകളിലല്ലേ റൂം? ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയേക്കാം. അപ്പോൾ ഇത് ശരിക്ക് അല്ലേ? അപ്പോൾ ഇവരൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റൂം ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂമൊക്കെ നമുക്കൊന്ന് കാണാം. ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ റൂം കേട്ടോ. AC ഒക്കെ ഉള്ള ഫുള്ള് സെറ്റപ്പ് റൂമാണ്. അപ്പോൾ എന്താ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവർക്ക്. കാരണം നമ്മളെ സൈക്കിൾ റൈഡ് വന്ന് നമുക്ക് ഇങ്ങനെ സ്റ്റേ ഒക്കെ ഒരുക്കി തന്ന ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ഈ ജോസേട്ടൻ്റെ കൂടെ ആണല്ലോ കറന്നീന്ന്. അത് വേറെ രസം, ടെൻ്റ് അടിച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ. അപ്പം പിന്നെ എന്താ വെച്ചാൽ കുളിച്ചൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഫ്രഷ് ആയിട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ആ ജെയ്സൊക്കെ വാഷ് ചെയ്ത് മുകളിലിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങൾക്ക് കുറേ ന്യൂസ് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മളെ വന്ന റൈഡിൻ്റെ ന്യൂസുകൾ, ഇന്നത്തെ പത്രത്തിൽ വന്ന ന്യൂസുകൾ കാണിച്ചു തരാം. സംഭവം വലിയ സംഭവമായിക്കണ്. ഇത് മാധ്യമത്തിൽ വന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഏതിലാ, സുപ്രഭാതമുണ്ട്. ഇത് സുപ്രഭാതം. അതേപോലെ തന്നെ പിന്നെ പേയിലാണ്, പിന്നെ ചന്ദ്രിക, സിറാജ്, മാധ്യമം, അങ്ങനെ കുറേ പത്രത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ, വണ്ടൂർ വിഷൻ, ഈസ്റ്റ് ലൈവ്, പട്ടണ വിശേഷം, ഇങ്ങനെ 3 ചാനൽ വഴി ഇതിൻ്റെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പോകുന്ന റൈഡ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ റാഫിയും നമ്മൾ ഫുഡ് കഴിച്ചാണല്ലോ അങ്ങോട്ട് പോകുന്ന റൂമിക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റൂം. നമ്മളെ AC കാര്യങ്ങളൊക്കെ ഉള്ള നല്ല റൂമാണ്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഓലാണ് നമുക്കിന്ന് സ്റ്റേ ഒക്കെ റെഡി ആയി തന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ജോസേട്ടൻ്റെ കൂടെയാണ്, ഇന്ന് ഇവരുടെ കൂടെയാണ്. അപ്പോൾ അതാണ് യാത്ര എന്ന് പറഞ്ഞാൽ. ഇന്നലെ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഉള്ളിൽ ടെൻ്റ് അടിച്ച് ഭയങ്കര ചൂടേനെ അവിടെ, കൊതുകിൻ്റെ കടി വേറെ, അങ്ങനത്തെ ഒരു അവസ്ഥയായി. ഇന്ന് നമ്മൾ AC റൂമിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് യാത്ര എന്ന് പറഞ്ഞാൽ. പലതരം അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ രസമായിട്ടെടുത്ത് അങ്ങനെ ആവണം യാത്ര. അപ്പോൾ ഇന്ന് എന്താ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ എത്തിയില്ല. ഇനിയിപ്പോൾ നാളത്തെ പ്ലാൻ എന്താ വെച്ചാൽ ശരിക്കൊരു പ്ലാൻ ആയിട്ടില്ല. നമ്മൾ ആലപ്പുഴയാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ അടുത്ത് ഇപ്പോഴത്തെ കടവന്ത്രങ്ങളുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മളെ ആക്ടേഴ്സ് മമ്മൂട്ടി അവരുടെ വീടൊക്കെ ഉണ്ട് ഇവിടെ, കുറച്ച് അപ്പുറത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ പോകണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു വ്ളോഗാക്കി മാറ്റിയാലെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതായത് നാളെ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇപ്പോൾ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ മഞ്ചേരി ടു ആലപ്പുഴ സൈക്കിൾ റൈഡിൻ്റെ 2ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.